എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ടോ? അതിനെ അടുത്ത ലെവലിലേക്ക്, അതായത് ലോകം മുഴുവൻ എത്തിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോ നിങ്ങളുടെ ബിസിനസ് ഇവിടെ നമ്മുടെ നാട്ടിലൊരു വിജയമായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഒരു സംശയവുമില്ല, പലരും ചിന്തിക്കുന്നത് പോലെ ലോകവിപണിയിലേക്ക് കടക്കുക എന്നതായിരിക്കുമല്ലേ? അതെ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാവുക എന്നത് തന്നെയാണ് ലക്ഷ്യം. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? ഏതു വഴി തിരഞ്ഞെടുക്കണം, എവിടെ തുടങ്ങണം, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ അന്താരാഷ്ട്ര യാത്ര തുടങ്ങാൻ പല വഴികളുണ്ട്. നമുക്കിതിനെ ഓരോ വാഹനങ്ങളായിട്ട് കാണാം. പ്രധാനമായും 5 ഓപ്ഷനുകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഏതൊക്കെയാണ് ആ വാഹനങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ഒരു പുതിയ രാജ്യത്തു പോയി നമ്മുടേതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതുപോലെയാണ്. അതായത് അവിടെ ഒരു പുതിയ കമ്പനി തന്നെ തുടങ്ങുക. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ നിയന്ത്രണവും നിങ്ങളുടെ കയ്യിലായിരിക്കും. പക്ഷെ ഓർക്കണം, ഇതിന് ഒരുപാട് പണവും സമയവും വേണം. രണ്ടാമത്തെ വഴി അവിടുത്തെ വഴികൾ അറിയുന്ന ഒരാളുമായി കൂട്ടുകൂടുന്നതാണ്. അതായത് ഒരു ലോക്കൽ കമ്പനിയുമായി ചേർന്ന് ഒരു ജോയിന്റ് വെഞ്ചർ തുടങ്ങുക. അവർക്ക് അവിടുത്തെ മാർക്കറ്റിനെപ്പറ്റി നല്ല ധാരണയുണ്ടാകും. നിങ്ങൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യുമ്പോൾ ലാഭവും നഷ്ടവുമെല്ലാം ഒരുമിച്ച് പങ്കുവെക്കുന്നു. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്കറ്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇതാണ് വഴി. അതായത് അവിടെ ഓൾറെഡി പ്രവർത്തിക്കുന്നൊരു കമ്പനിയെ അങ്ങ് വാങ്ങുക. എല്ലാം റെഡിമെയ്ഡായി കിട്ടും. പക്ഷേ ഇത് ഏറ്റവും ചെലവേറിയ വഴികളിലൊന്നാണ്, അത് മറക്കരുത്. അടുത്ത ഓപ്ഷൻ കുറഞ്ഞ മുതൽ മുടക്കിൽ വേഗത്തിൽ വളരാനുള്ളതാണ്. ലൈസൻസിംഗ് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിംഗ്. ഇവിടെ നമ്മൾ നമ്മുടെ ബ്രാൻഡിന്റെ പേരും ടെക്നോളജിയുമൊക്കെ ഒരു ലോക്കൽ പാർട്ട്ണർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയാണ്. അവർ ബിസിനസ് നടത്തും, നമുക്കതിൽ നിന്ന് ഒരു വിഹിതം കിട്ടും. ഇതാണ് ഏറ്റവും സിമ്പിളും സേഫുമായ വഴി. അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുക. വലിയ റിസ്ക്കൊന്നുമില്ലാതെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒന്ന് കാലുവെച്ച് നോക്കുന്നതുപോലെയാണിത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 5 വഴികളും നമുക്കൊന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കാം. കണ്ടില്ലേ, കൂടുതൽ നിയന്ത്രണം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പണം മുടക്കണം, റിസ്ക്കും കൂടും. എന്നാൽ കയറ്റുമതി പോലെ സിമ്പിളായ വഴികൾക്ക് നിയന്ത്രണവും കുറവായിരിക്കും, റിസ്ക്കും കുറവായിരിക്കും. ഓരോന്നിനും അതിൻ്റേതായ ഗുണവും ദോഷവുമുണ്ട്. ഏതു വഴി തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഒരു വലിയ തീരുമാനമാണ്. അതെടുക്കുന്നതിനു മുമ്പ് നമ്മൾ 3 കാര്യങ്ങൾ കാര്യമായി പരിഗണിക്കണം. നമുക്ക് എത്രത്തോളം കൺട്രോൾ വേണം, എത്ര പണം മുടക്കാൻ തയ്യാറാണ്, പിന്നെ എത്രത്തോളം റിസ്ക് എടുക്കാം. ഇവ 3ഉം തമ്മിലുള്ളൊരു ബാലൻസ് കണ്ടെത്തലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ ആദ്യത്തെ കാര്യം കൺട്രോൾ. നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരിക്കണോ, അതോ മറ്റൊരാളെ ഓടിക്കാൻ ഏൽപ്പിക്കാമോ? സ്വന്തമായി സബ്സിഡിയറി തുടങ്ങുകയാണെങ്കിൽ സ്റ്റിയറിംഗ് മുഴുവനായും നിങ്ങളുടെ കയ്യിലായിരിക്കും. പക്ഷെ ലൈസൻസിംഗ് ആണെങ്കിൽ കൺട്രോൾ വളരെ കുറവായിരിക്കും. ഇനി പൈസയുടെ കാര്യം. ഒരു കമ്പനിയെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു തുക തന്നെ വേണം. എന്നാൽ കയറ്റുമതി തുടങ്ങാൻ അതിന്റെ ചെറിയൊരു അംശം മതി. അപ്പോൾ ചോദ്യം ഇതാണ്: തുടക്കത്തിലെ ഒരു വലിയ തുക ഇൻവെസ്റ്റ് ചെയ്ത് കളത്തിലിറങ്ങണോ, അതോ കുറഞ്ഞ ചെലവിൽ മെല്ലെ തുടങ്ങണോ? മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യമാണ് റിസ്ക്. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ എത്രത്തോളം പണം മുടക്കുന്നുവോ അത്രത്തോളം റിസ്ക്കും കൂടും. അതുകൊണ്ട് നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള ശേഷി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഏതു വഴി തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാൻ. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ കൺഫ്യൂഷനായോ? വിഷമിക്കേണ്ട. നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും പറ്റിയ വഴി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നമുക്ക് സ്വന്തമായി ഒരു സ്കോർ കാർഡ് ഉണ്ടാക്കാം. ഇത് വളരെ സിമ്പിളാണ്. വെറും 4 സ്റ്റെപ്പുകൾ. ആദ്യം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുക. കൺട്രോളാണോ, ചെലവാണോ, വേഗതയാണോ? എന്നിട്ട് ഓരോന്നിനും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് തീരുമാനിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ 5 ഓപ്ഷനുകൾക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കോർ കൊടുക്കുക. അവസാനം ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നതാരാണോ അവനായിരിക്കും നിങ്ങളുടെ വിജയി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് വഴി വേണമെന്ന് തീരുമാനിച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല, അല്ലേ? യാത്ര തുടങ്ങിയിട്ടേയുള്ളൂ. ഇനി വേണ്ടത് ഈ തീരുമാനം എങ്ങനെ നടപ്പിലാക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാനാണ്. ഈ യാത്രയ്ക്ക് പ്രധാനമായും 4 ഘട്ടങ്ങളുണ്ട്. ആദ്യം ആ മാർക്കറ്റിനെക്കുറിച്ച് ശരിക്കും പഠിക്കണം. പിന്നെ അവിടുത്തെ നിയമപരമായ കാര്യങ്ങൾ എല്ലാം ശരിയാക്കണം. അതിനുശേഷം നമ്മുടെ കമ്പനി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് അവിടെ രജിസ്റ്റർ ചെയ്യണം. അവസാനമായി ഗംഭീരമായി നമ്മുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം. നമ്മൾ പോകുന്ന വഴി ശരിയാണോന്ന് എങ്ങനെ അറിയും? അതിനാണ് ഈ KPIകൾ. ഇവ നമ്മുടെ GPS പോലെയാണ്. നമ്മുടെ മാർക്കറ്റ് ഷെയർ കൂടുന്നുണ്ടോ, വരുമാനം വളരുന്നുണ്ടോ, ലാഭം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി നമുക്ക് നമ്മുടെ പുരോഗതി ട്രാക്ക് ചെയ്യാം.
ശരി, അപ്പോൾ നമ്മൾ ഏതൊക്കെ വഴികളുണ്ടെന്ന് കണ്ടു, ഓരോ വഴിയുടെയും ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കി, എങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നും പഠിച്ചു. ഇനി ഇതെല്ലാം കൂടി ചേർത്തുവെച്ച് അവസാന തീരുമാനത്തിലേക്ക് എത്താനുള്ള സമയമാണ്. അവസാനം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരേയൊരു ചോദ്യം ഇതാണ്: എന്റെ ബിസിനസ്സിന് വേഗത, നിയന്ത്രണം, മുതൽമുടക്ക്, റിസ്ക് എന്നിവയെല്ലാം പരിഗണിച്ച് ഏറ്റവും നല്ല ബാലൻസ് നൽകുന്ന വഴി ഏതാണ്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് നിങ്ങളുടെ ലോകവിജയത്തിന്റെ താക്കോലിരിക്കുന്നത്. ഓർക്കുക, എല്ലാവർക്കും ശരിയാകുന്ന ഒരൊറ്റ വഴിയില്ല. ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് വേണ്ട വഴി നിങ്ങൾ തന്നെ കണ്ടെത്തണം. അതിനുള്ളൊരു മാപ്പ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാം.